ഇപ്പോൾ നേരത്തെ ഹർജി കൊടുത്ത സജിമോൻ പാറയിൽ പ്രതികരിക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ നമ്മുടെ പ്രതീക്ഷിച്ച നടപടി ഉണ്ടായില്ല, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുറത്തുവിടുന്നതിൽ എന്തെങ്കിലും ആശങ്കകളുണ്ടോ? ഇല്ല, നമ്മൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളെ കുറിച്ചാണ്. അത് നിയമത്തിന് മുമ്പിലേക്ക് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കൊണ്ടെത്തിക്കുക മാത്രം നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അതിനകത്തുള്ള കണ്ടന്റുകൾക്കകത്ത് പല ആക്ഷേപങ്ങളും പലയിടത്തു നിന്നും പറഞ്ഞ എല്ലാവർക്കും ഉള്ള അറിവ് പോലെ എനിക്കും അറിവുണ്ട്. അപ്പോൾ അതിൻ്റെ നിയമക്കുരുക്കളിലേക്ക് പോകാതെ അത് പുറത്തു വന്നാലുണ്ടാകുന്ന നിയമക്കുരുക്കൾക്ക് മുമ്പായിട്ട് ഇത് നിയമത്തിൻ്റെ മുമ്പിലേക്ക്, പരമോന്നത നീതിപീഠത്തിന് മുമ്പിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അല്ലാതെ അതിനകത്ത് മറ്റ് പ്രത്യേക ഉദ്ദേശലക്ഷ്യങ്ങളൊന്നും എനിക്കില്ല. പുറത്തു വിടരുത് എന്നുള്ളതായിരുന്നു താങ്കളുടെ ആവശ്യം? അല്ല, പുറത്ത് വിടരുത് എന്നുള്ളത് ഇപ്പം നമ്മൾ ഇത്രയും അധികം കോൺട്രവേഴ്സി ഉണ്ടായത്. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ അതിനകത്ത് മൊഴി കൊടുത്ത ആൾക്കാർ തന്നെ ഇപ്പോൾ രഞ്ജിനി അല്ലെങ്കിൽ സ്ഥിരം ടി വിയിൽ വന്ന് പറയുന്ന പല സ്ത്രീജനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യം കൊണ്ട് റിപ്പോർട്ടിനകത്ത്. അപ്പം ആ കമ്മിറ്റി തന്നെ റിപ്പോർട്ട് പരിപൂർണമല്ല എന്ന രീതിയിലാണ് ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പം ആ ഒരു ഇത് തന്നെയാണ് ഞാനും എൻ്റെ വക്കീലുമായി സംസാരിച്ചിട്ട് അതിനെ നിയമത്തിന് മുമ്പിലേക്ക് എത്തിക്കുക. അപ്പോൾ കോടതി കണ്ടെത്തട്ടെ, കോടതിയുടെ ഏത് വിലയിരുത്തലുകൾ ശരിയോ തെറ്റോ എന്തായാലും നമ്മൾ അംഗീകരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കുന്ന വിധി തന്നെയാണ്. ഈ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഒരു അടയാളവും ഉണ്ടാവില്ല എന്നൊക്കെ നേരത്തെ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയതായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് അത്തരത്തിൽ സർക്കാർ നിലപാടിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു? അല്ല, അതിനകത്ത് ഇപ്പോൾ ഇന്നലെ രഞ്ജിനി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. അവരൊക്കെ മൊഴി കൊടുത്തു. പക്ഷേ മൊഴി കൊടുത്തതിന് ശേഷം അതിനകത്ത് എന്താണ് കണ്ടന്റ് എന്നുള്ള അവരറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ എല്ലാ മാധ്യമങ്ങളും വന്ന കാര്യമാണ്. അത് തന്നെയാണ് നമ്മളും. അപ്പോൾ അവരും പറഞ്ഞു, അവർ കൊടുത്ത മൊഴിയെ ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ നിന്ന് ഞാൻ ഇന്നലെ കണ്ടൊരു കോട്ടിനകത്ത് കണ്ടു 5 വർഷമായിട്ട് അവർക്ക് ജോലിയില്ലെന്നൊക്കെ പറഞ്ഞൊരു കോട്ട് കണ്ടു. അപ്പോൾ പലർക്കും അവരുടെ ജീവിതത്തിന് സുരക്ഷിതത്വവും അല്ലെങ്കിൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം പോലെ കടന്നുകയറ്റം ഒക്കെ അവർക്കെല്ലാം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളും അതേ ചെയ്തോളൂ. ഇതൊരു കേവലം കമ്മിറ്റിക്ക് മുമ്പ് ആകാതെ അത് നിയമത്തിൻ്റെ പരിരക്ഷ അതിനുണ്ടാവട്ടെ എന്നത് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അനുകൂലമാണ് എന്ന് തന്നെ താങ്കൾക്കല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, അതെനിക്ക് അനുകൂലമാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് ഇത് നിയമത്തിൻ്റെ പരിഗണനയിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്കൊന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രൈവസി അത് പ്രൊട്ടക്ട് ചെയ്യണം എന്ന രീതിയിലാണ് കോടതി വിലയിരുത്തിയിട്ടുള്ളത്. ഞാൻ എന്ത് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. പിന്നെ മീഡിയയിൽ ഉണ്ടാകുന്നത് അത് ഓക്കെ ഓരോ കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഏതോ വ്യക്തി താല്പര്യത്തിന് ഉപരിയായിട്ട് മറ്റുള്ള താല്പര്യം, അതൊന്നും എന്നെ സംബന്ധിച്ച് ബാധകമല്ല. കാരണം ഞാൻ ചെയ്യുന്ന മേഖലയിൽ അത്യാവശ്യം തിരക്കുള്ള ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ എനിക്ക് മറ്റൊരാളുടെ വ്യക്തിപരമായ താല്പര്യം, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത ഒന്നും എന്നെ സംബന്ധിച്ചില്ല. താങ്കൾ അപ്പീൽ നൽകിയിരുന്നു? എൻ്റെ അപ്പീലും പരിഗണിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നിങ്ങൾ എല്ലാവർക്കും നമ്മുടെയൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരമോന്നത നീതിപീഠത്തിൽ ബന്ധപ്പെടുക എന്നുള്ളത്. എനിക്കെൻ്റെ അവകാശമുണ്ട്. എനിക്ക് കോടതിയിൽ പോകാനോ നിയമപരമായ പരീക്ഷ നേടാനോ എനിക്കെൻ്റെ അവകാശമുണ്ട്. ആ അവകാശത്തെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഏത് ഘട്ടത്തിലാണ് അപ്പീൽ കൊടുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അല്ല, ഇത് തന്നെയാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അതിൻ്റെ നിയമപരമായ സ്വാധീനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചർച്ചകളും അതുമാണ് വന്നത്. അപ്പം എനിക്ക് അതിൻ്റെ പരിരക്ഷ എനിക്ക് കിട്ടാനുള്ള ബാധ്യത എനിക്കുണ്ട്. കാരണം എല്ലാവരെ പോലെ നിയമ സംവിധാനത്തെ അപ്രോച്ച് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയിൽ അവകാശവും എനിക്കുണ്ട്. എൻ്റെ അവകാശത്തെയാണ് ഇപ്പം കുറേ ദിവസം ചർച്ചകൾ ചോദ്യം ചെയ്യപ്പെട്ടത്. കോടതി പറഞ്ഞാൽ സർക്കാർ കേൾക്കും, അല്ലെങ്കിൽ അത് കോടതി പറഞ്ഞാൽ അതൊരു നിയമപരമായ പരിരക്ഷ ഉണ്ടാവും, ഈ പറയുന്ന പോലെ മറ്റു വിവരങ്ങളൊന്നും പുറത്തേക്ക് വരില്ല എന്നൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണോ ഹർജി നൽകിയത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എനിക്കൊന്ന് ഈ ഹർജി കൊടുത്ത സമയത്ത് തന്നെ ഞാൻ അത് കൊടുത്ത ഒരു വാദ സമയത്ത് എൻ്റെ വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, കഴിഞ്ഞ കാലത്ത് മരണമടഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വന്ന ഒരു ആക്ഷേപം, അതും ഒരു കമ്മീഷൻ റിപ്പോർട്ട് മാത്രമാണ്. പക്ഷേ കോടതിയുടെ പരിഗണന വന്നപ്പോഴത്തേന് അത് വളരെ രീതിയിൽ ഒരു തെളിവുമില്ലാത്ത രീതിയിൽ തള്ളിക്കളഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മരണം പോലും അടുത്തുണ്ടാകാൻ കാരണം ഈ ഇങ്ങനെ ഒരു പരാതിയുമൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനൊന്നൊരു നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ച ആദ്യം ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ച സജിമോൻ പാറയിലാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. സജിമോൻ പാറയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നിയമപരമായ ഒരു പരിരക്ഷ ഈ റിപ്പോർട്ടിന്മേൽ ഉണ്ടാകണം, അതിനുവേണ്ടി കോടതിയെ സമീപിച്ചു എന്നാണ്. പക്ഷേ സിംഗിൾ ബെഞ്ച് അത്തരം ഒരു പരിരക്ഷ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവിടില്ല എന്നറിയിച്ചിട്ടുണ്ട്. 82 പേജുകൾ ഒഴിവാക്കിയാണ് അത് പുറത്തുവിടുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം എന്തിന് അപ്പീൽ നൽകുന്നെന്ന ചോദ്യത്തിന് കൃത്യമായി അദ്ദേഹം മറുപടി പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അപ്പീലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്.